പക്ഷെ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ് ഇങ്ങനെയാ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ ഫാമിലി ഇവിടെ ഇല്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. ഫാമിലി ഇവിടെ വന്നു ഇതൊക്കെ മാറും മോളെ. അല്ല പിന്നെ ഫാമിലി ആരൊക്കെ ഉണ്ട് വീട്ടില്? വൈഫ് 3 മക്കള്. 3 പെൺകുട്ടികളാണോ? ആൺകുട്ടികളാ. എന്നെ തട്ടാനുള്ള ആൾക്കാരുണ്ട്. ഒരു ഇരട്ട ഒരു പരട്ട. നിങ്ങളതല്ലേ ഇനി മുന്നൊക്കെ എന്റെ ഫാമിലി? എനിക്ക് എങ്ങനെ എന്താണ് ഇപ്പ പോയിട്ട് ഏകദേശം 10 വർഷമായി. വാപ്പായും ഉമ്മായും ഉണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. 3 ചേട്ടന്മാര് വേറെ ഉണ്ട്. തോന്നിയത് അല്ല, ഇമ്മ പിന്നെ ഒരു 2 താത്തമാരുണ്ട്, പിന്നെ ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠന്റെ കല്യാണം കഴിഞ്ഞ്, താത്താരെല്ലാരും കല്യാണം കഴിഞ്ഞ്. ഏറ്റവും ഇളയത് ഞാനാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരൊക്കെ പറയും കുരുത്തം കെട്ടത്, ഏറ്റവും ഇളയതായതുകൊണ്ട് കുരുത്തം കെട്ടതായി പോയിട്ടുണ്ട്. ഉമ്മയും പറയും സുബീക്ക് പ്രസവിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഈ കിളികളുടെ കളകളാരവും അതിനെന്താ പറയാ മനസ്സിലായിട്ടോ മതി. അപ്പൊ ആ ഒരു സമയത്ത് പ്രസവിച്ചോണ്ടാണ് ഇങ്ങനെ കരകര കരകരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1965 അല്ലാന്നേ വീട്ടിലെ ഇളയത് തന്നെയാണ്. അതിന്റെ കുറച്ച് ഏറാമ്പുണ്ടല്ലോ, അതുണ്ട്. കൊറേ കാലങ്ങൾ അപ്പുറാണ്. എത്ര? 1990. അപ്പൊ ഞാൻ 90 25 വയസ്സും സത്യം പറയട്ടെ, 1980. ഇല്ലാതെ കറക്റ്റാ. സത്യം പറഞ്ഞാലും വിശ്വസിക്കില്ലേ? ഞാൻ 1990. ഞാൻ ചോദിച്ചില്ല, പക്ഷെ അതിന് മുന്നേ പറയാ. ഞാൻ 80, അവൻ 90. 80-90. ഞങ്ങൾ 10 വയസ്സിന്റെ വ്യത്യാസം. അതൊന്നും നിങ്ങളെ ഇതിലില്ലട്ടോ, സെയിം വൈബാ അല്ലേ? 10 വയസ്സിന്റെ പൊട്ടന്മാരങ്ങനെ തന്നെയാണ്. പൊട്ടന്മാരങ്ങനെ 80-ലുള്ള അങ്ങള്, 90-ലുള്ള അങ്ങള്, 2000-ലുള്ള ഞാൻ. പള്ളി ചെന്ന് പറഞ്ഞ അത് 2000-ലുള്ള. ഓ, ഞങ്ങൾ എല്ലാരും അത് വിശ്വസിച്ചോ? 2000 കുടുങ്ങി പോകുന്ന 2000 അതേ തുടങ്ങാം നമുക്ക്. നമ്മള് ഫാമിലിനെ കുറിച്ചാ പറഞ്ഞത്. അത് മുഴുവനാക്കിയിട്ടില്ലെങ്കിൽ ഇനി പെങ്ങന്മാരെ എത്തിയിട്ടേ ഇല്ല സത്യം. പിന്നെ ഇമ്മ എപ്പോഴും പറയുന്നത് എന്റെ ഈ കുരുത്തക്കേടിനൊക്കെ പറ്റുന്ന ഒരാളെ തന്നെ പഠിച്ചോനെ എനിക്ക് കിട്ടിയാൽ മതി. അൽഹംദുലില്ലാ അങ്ങനത്തെ ഒരാളെ തന്നെ കിട്ടി. ആ കല്യാണം കഴിക്കാൻ തന്നെ, അല്ലാതെ കുരുത്തക്കേട്. ഇയാള് കുരുത്തക്കേടല്ല, ഇയാൾ പ്രാന്തനെ കിട്ടണം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതെന്താന്നറിയില്ല, പറയാത്ത ഒന്നാ കിട്ടിയ എനിക്ക്. പണ്ട് കുറച്ച് കയ്യൊക്കെ പറയുന്നത് എനിക്ക് ജീവിതകാലം മുഴുവൻ ഒരു കുരിശന്റെ പുറകെ ഉണ്ടാവുന്നു. പാവാണ്. അല്ല പറഞ്ഞോട്ട് പറഞ്ഞു തീരട്ടെ. അപ്പൊ അൽഹംദുലില്ലാ ഭാര്യ, ഒരു മോള് അലൈഹ, ഇപ്പൊ 2 വയസ്സായി. ജസ്ന. ജസ്നക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ജസ്റ്റിനെ ഞാൻ വന്നപ്പോ പറഞ്ഞു ഇതിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് വന്നേക്കണെ പറഞ്ഞൊരു അന്വേഷണം പറയണട്ടാ എന്ന് പറഞ്ഞു. പേരെന്തായിരുന്നു? അതെ, നൈന ഇഷ്ടാണെന്ന് പറഞ്ഞു. അല്ല, സീരിയസ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. പറഞ്ഞോ. വൈഫിനോട് എന്റെ വൈഫിന്റെ പേര് ഷബാന. ഈ 2 പേർക്ക് ഹായ് പറഞ്ഞില്ല, ഇപ്പൊ ഈഗോ. ഞാൻ മറ്റേ ഇതിലൊക്കെ കാണൂലേ, മറ്റേ ഇവർക്കുള്ളവർക്കും ഓർക്കൊക്കെ ഹായ് പറയണം. എന്നോട് ആരും അങ്ങനെ ഇതുവരെ പറയാൻ പറഞ്ഞില്ല, ഞാൻ തന്നെ ചോദിച്ചാ പറയാം. അപ്പൊ ഷബാനക്കും ജസ്നക്കും ഒരു ഹായ് പറയും. ഷബാനക്കും ജസ്നക്കും ഹായ്. ഇങ്ങോട്ട് നോക്കണ എന്തിനാ? അവിടെ പറഞ്ഞോ. അല്ല, പേര് മാറി പറഞ്ഞോന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ സ്വഭാവം ഉണ്ട്. എല്ലാരും പേരും ഞാൻ മാറ്റിക്കാണും. ഷബാനല്ലേ, ജസ്ന അല്ലേ? മുട്ടക്കാക്കന്റെ ഭാര്യയായിട്ടുള്ള മുട്ടക്കാക്കന്റെ ഭാര്യയായ ഭാര്യകളോ ഈശ്വര പറഞ്ഞുകൂടി. മുട്ടക്കാക്കന്റെ വൈഫായ ജസ്ന അല്ല, മുട്ടക്കാക്കന്റെ ഭാര്യയായിട്ടുള്ള ഷബാനയ്ക്കും മുന്നക്കാക്കന്റെ ഭാര്യയായിട്ടുള്ള ജസ്നയ്ക്കും ഹായ് 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 ഹായ്. ഹാപ്പി ബർത്ത്ഡേ പറയുന്നത് വിചാരിച്ചു. ഷബാനമ ആനമ തന്നെ നിർത്തി. ശരിക്കും വൈഫൊക്കെ എന്താ പറയാ? മലയാളം വേറൊരു ഭാഷ അറിയില്ല. ചിലക്കിടക്ക് ഇംഗ്ലീഷും പറയും. അതല്ല, ഹിന്ദി ടീച്ചറാണ്. അപ്പൊ ചിലപ്പോ കുറച്ച് ഹിന്ദി അറിയാം. എന്റെ പൊന്നളവേ, എവിടുന്നത് ഹിന്ദി ടീച്ചറാന്ന് പറഞ്ഞു. എനിക്ക് അതൊക്കെ അറിയൂ.